ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഉം, വെറും വാക്കുകൾ കൊണ്ട് ഒരു ലോകം തന്നെ പണിത ഒരാളെക്കുറിച്ചാണ്. ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ചില തമാശകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പ്രലോഭനങ്ങളൊഴികെ മറ്റെന്തിനേയും എനിക്ക് ചേർക്കാൻ കഴിയും എന്നൊക്കെ പറയുന്ന ആ ഒരു ശൈലി. അത് പലരും ഇന്നും ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ആ തമാശകൾക്ക് പിന്നിൽ വിക്ടോറിയൻ കാലഘട്ടത്തിലെ സദാചാര നിയമങ്ങളെയും കാപട്യങ്ങളെയും വളരെ ധീരമായി വെല്ലുവിളിച്ച ഒരു ജീവിതമുണ്ടായിരുന്നു. നമുക്ക് ഓസ്കർ വൈൽഡിന്റെ ലോകത്തിലേക്ക് ആഴത്തിലൊന്നിറങ്ങിച്ചെല്ലാം. തീർച്ചയായും. നിങ്ങളുടെ കയ്യിലുള്ള ഈ രേഖകൾ നോക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. വൈൽഡ് വെറുമൊരു എഴുത്തുകാരനായിരുന്നില്ല. അദ്ദേഹം സ്വയം ഒരു കലാരൂപമാക്കി മാറ്റിയ വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതം തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രകടനം. ആ പ്രകടനത്തിനൊടുവിൽ വലിയൊരു വിലയും കൊടുക്കേണ്ടി വന്നു അല്ലേ? വളരെ വലിയൊരു വില. അപ്പോ നമുക്ക് തുടക്കത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. 1854 ഡബ്ലിനിലാണ് വൈൽഡ് ജനിക്കുന്നത്. അച്ഛൻ ഒരു പ്രശസ്ത നേത്രരോഗ വിദഗ്ധൻ, അമ്മയാണെങ്കിൽ സ്പിറാൻസ എന്ന തൂലികാനാമത്തിൽ എഴുതിയിരുന്ന ഒരു കവയത്രി. അതെ, അപ്പൊ കലയും സാഹിത്യവും ഒക്കെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തെ ശരിക്കും രൂപപ്പെടുത്തിയത് ഓക്സ്ഫോർഡിലെ ജീവിതമാണെന്ന് പറയാം. അവിടെ വെച്ചാണ് ഈ സൗന്ദര്യശാസ്ത്രം അഥവാ എസ്തെറ്റിസിസം എന്ന ആശയം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. എന്തായിരുന്നു അത്, ആ ആശയം? കല കലയ്ക്കു വേണ്ടി എന്നല്ലേ അതിന്റെ കാതൽ? അതെ, ആർട്ട് ഫോർ ആർട്ട്സ് സേക്ക്. ഇന്ന് നമ്മളിത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ അത്ര വലിയ കാര്യമായി തോന്നണമെന്നില്ല. എന്നാൽ അന്നത്തെ വിക്ടോറിയൻ ഇംഗ്ലണ്ടിന്റെ പശ്ചാത്തലത്തിൽ അതൊരു വിപ്ലവകരമായ ചിന്തയായിരുന്നു. അതെന്തുകൊണ്ടാണ്? കാരണം ആ കാലത്ത് കലയുടെ പ്രധാന ഉദ്ദേശ്യമെന്ന് പറയുന്നത് സന്മാർഗിക പാഠങ്ങൾ നൽകുക, സമൂഹത്തെ നന്നാക്കുക എന്നൊക്കെയായിരുന്നു. ഒരു നോവൽ വായിച്ചാൽ അതിൽ നിന്ന് നല്ലൊരു ഗുണപാഠം കിട്ടണം, ഒരു ചിത്രം കണ്ടാൽ അത് ഭക്തിയോ ദേശസ്നേഹമോ വളർത്തണം, അങ്ങനെ ഒരു കാഴ്ചപ്പാടായിരുന്നു. ആ ഒരു സാഹചര്യത്തിലേക്കാണ് വൈൽഡ് വന്നിട്ട് പറയുന്നത് കലയ്ക്ക് അങ്ങനെ ഒരു ലക്ഷ്യവും വേണ്ട, അത് സുന്ദരമായിരുന്നാൽ മാത്രം മതിയെന്നു. അതെ, അതൊരു വലിയ വെല്ലുവിളിയായിരുന്നു. കലയ്ക്ക് അതിൻ്റെതായ സൗന്ദര്യത്തിനപ്പുറം മറ്റൊരു കടമയുമില്ല എന്ന് പറയുന്നത് അന്നത്തെ സാമൂഹിക വ്യവസ്ഥിതിയെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമായിരുന്നു. ഇത് വെറുമൊരു തിയറിയിൽ ഒതുങ്ങിയില്ലല്ലേ? അല്ലേയല്ല, വൈൽഡ് അത് ജീവിച്ചു കാണിച്ചു. അദ്ദേഹത്തിന് വസ്ത്രധാരണം തന്നെ നോക്കൂ. ആ വെൽവെറ്റ് ബ്രീച്ചസ്, സിൽക്ക് സ്റ്റോക്കിംഗ്സ്, കോട്ടിലെപ്പോഴും ഒരു പച്ച കാർണേഷൻ പൂവ്, പിന്നെ നീണ്ട മുടി. ഇത് കാണുമ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും. ഇതൊക്കെ ആളുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാനുള്ള വെറും പ്രകടനമായിരുന്നില്ലേ? അതൊരു നല്ല ചോദ്യമാണ്. ഒരു തരത്തിൽ അതെ, ഇതൊരു പെർഫോമൻസ് ആർട്ട് തന്നെയായിരുന്നു. ആ കാലഘട്ടത്തിലെ കർക്കശമായ വിരസമായ ജീവിതശൈലികളെ അദ്ദേഹം പരിഹസിക്കുകയായിരുന്നു. പ്രകൃതിയേക്കാൾ കൃത്രിമമാവുക എന്നതാണ് ഏറ്റവും വലിയ കല എന്ന് അദ്ദേഹം വിശ്വസിച്ചു. അമേരിക്കയിൽ പ്രഭാഷണത്തിന് പോയപ്പോ കസ്റ്റംസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞൊരു വാക്കുണ്ടല്ലോ. അതെ, എന്റെ പ്രതിഭയല്ലാതെ മറ്റൊന്നും എനിക്ക് വെളിപ്പെടുത്താനില്ല എന്ന്. അത് അദ്ദേഹത്തിന്റെ മനോഭാവത്തിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. ഈ ഒരു പെർഫോമൻസ് ഒക്കെ അദ്ദേഹത്തെ ലണ്ടനിൽ ഒരു വലിയ താരമാക്കി മാറ്റി. അവിടെ നിന്നാണ് അദ്ദേഹം നാടകരംഗത്തേക്ക് വരുന്നത്. 1890കളിൽ ലണ്ടനിലെ നാടകവേദികൾ ശരിക്കും അടക്കി ഭരിച്ചത് വൈൽഡായിരുന്നു. ദ ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് ഏണസ്റ്റ് പോലുള്ള നാടകങ്ങൾ ഇന്നും ലോകമെമ്പാടും അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. ആ നാടകങ്ങളുടെ വിജയം അത് അദ്ദേഹത്തിന്റെ സംഭാഷണങ്ങളിലെ ആ മൂർച്ചയായിരുന്നു. അന്നത്തെ ഉയർന്ന സമൂഹത്തിലെ കാപട്യങ്ങളെയും പൊള്ളത്തരങ്ങളെയും അദ്ദേഹം വാക്കുകൾ കൊണ്ട് കീറിമുറിച്ചു. ആ സംഭാഷണങ്ങൾ ഇന്നും ഫ്രഷാണ്. തീർച്ചയായും. അദ്ദേഹത്തിന്റെ ഉദ്ധരണികൾ നോക്കൂ. നാം എല്ലാവരും ഓടയിലാണ്, പക്ഷെ നമ്മളിൽ ചിലർ നക്ഷത്രങ്ങളിലേക്ക് നോക്കുന്നു. വളരെ മനോഹരമാണ്. ജീവിതത്തിൽ ആളുകൾ നിങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിനേക്കാൾ മോശമായ ഒരേയൊരു കാര്യമേ ഉള്ളൂ, അത് നിങ്ങളെക്കുറിച്ച് സംസാരിക്കാതിരിക്കുന്നതാണ്. ഈ തമാശകൾക്ക് പിന്നിൽ പക്ഷേ ഗൗരവമേറിയ ചിന്തകളുമുണ്ടായിരുന്നു. അതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് അദ്ദേഹത്തിന്റെ ഒരേ ഒരു നോവൽ, ദ പിക്ചർ ഓഫ് ഡോറിയൻ ഗ്രേ. അതെ, ആ നോവൽ ഒരു തരത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഒരു പ്രവചനം പോലെയായിരുന്നു. ഡോറിയൻ ഗ്രേ എന്ന അതിസുന്ദരനായ ചെറുപ്പക്കാരന്റെ കഥ. താൻ ഒരിക്കലും പ്രായമാവരുതെന്നും പകരം തന്റെ ഛായാചിത്രം പ്രായമാവണമെന്നും അയാൾ ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹം സഫലമാകുന്നു. അതെ, അയാൾ ചെയ്യുന്ന ഓരോ പാപത്തിന്റെയും കറ ആ ചിത്രത്തിൽ പതിയുന്നു. ചിത്രം വിരൂപമായിക്കൊണ്ടിരിക്കുന്നു, എന്നാൽ ഡോറിയൻ നിത്യയൗവനത്തോടെ തുടരുന്നു. സൗന്ദര്യം, സദാചാരം, ഒരു രഹസ്യജീവിതം, ഈ വിഷയങ്ങളെല്ലാം കൈകാര്യം ചെയ്തതുകൊണ്ട് തന്നെ വലിയ വിവാദങ്ങളുണ്ടായല്ലേ? വലിയ വിവാദങ്ങൾ, അധാർമികമെന്ന് പലരും അതിനെ മുദ്രകുത്തി. ഈ രഹസ്യജീവിതം, ഇരട്ടത്താപ്പ് എന്നതൊക്കെ വൈൽഡിന്റെ ജീവിതത്തിലും നിർണായകമായി വരുന്നുണ്ട്. ഇവിടെയാണ് കഥ ഒരു ട്രാജഡിയിലേക്ക് പോകുന്നത്.
അതെ, 1895 തന്റെ പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴാണ് ലോർഡ് ആൽഫ്രഡ് ഡഗ്ലസ് അഥവാ ബോസിയുമായി അദ്ദേഹം പ്രണയത്തിലാകുന്നത്. ബോസിയുടെ അച്ഛൻ മാർക്വസ് ഓഫ് ക്വീൻസ്ബറി. വളരെ പരുക്കനായ ഒരു മനുഷ്യനായിരുന്നു. ബോക്സിംഗ് നിയമങ്ങൾ രൂപീകരിച്ചതിന്റെ പേരിൽ പ്രശസ്തനായിരുന്നു അദ്ദേഹം. ഈ ബന്ധത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അദ്ദേഹം സ്വാഭാവികമായും കുപിതനായി. അദ്ദേഹം വൈൽഡിനെ പരസ്യമായി അപമാനിക്കാൻ തീരുമാനിച്ചു. അതെ, വൈൽഡിന്റെ ക്ലബ്ബിൽ അദ്ദേഹം ഒരു കാർഡ് കൊടുത്തയച്ചു. അതിൽ വൈൽഡിനെ പോസിംഗ് സോഡമൈറ്റ് എന്നെഴുതിയിരുന്നു. ആ സോഡമൈറ്റ് എന്ന വാക്ക് അക്കാലത്ത് ഇന്നത്തേക്കാൾ എത്രയോ അപകടകരമായ ഒന്നായിരുന്നു. അത് വെറുമൊരു അധിക്ഷേപമല്ല, ഒരു ക്രിമിനൽ കുറ്റാരോപണം കൂടിയായിരുന്നു. എന്നിട്ടും വൈൽഡ് അത് അവഗണിച്ചില്ല. അതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റ്. ബോസിയയുടെ പ്രേരണയാൽ വൈൽഡ് മാർക്വസിനെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുത്തു. പ്രശസ്തിയുടെ ലഹരിയിൽ തനിക്കെന്തും നേടാമെന്ന് ഒരുപക്ഷെ അദ്ദേഹം കരുതിയിരിക്കാം. അതൊരു ദുരന്തത്തിലേക്കാണ് നയിച്ചത്. കോടതിയിൽ അതുവരെ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ശക്തിയായിരുന്ന വാക്കുകളും ബുദ്ധിയും അദ്ദേഹത്തിന് തന്നെ വിനയായി മാറി. എങ്ങനെയാണ് അത് സംഭവിച്ചത്? മാർക്വസിന്റെ അഭിഭാഷകർ വൈൽഡിന്റെ സ്വകാര്യ ജീവിതം മുഴുവൻ കോടതിയിൽ വലിച്ചിഴച്ചു. അദ്ദേഹത്തിന്റെ കവിതകളെയും എഴുത്തുകളെയും ലൈംഗികമായി വ്യാഖ്യാനിച്ച് അദ്ദേഹത്തെ പ്രതിക്കൂട്ടിലാക്കി. വിചാരണയുടെ ഒരു ഘട്ടത്തിൽ പ്രോസിക്യൂട്ടർ അദ്ദേഹത്തിന്റെ ഒരു കവിതയിലെ വരി ഉദ്ധരിച്ചു ചോദിച്ചു, പേര് പറയാൻ ധൈര്യമില്ലാത്ത പ്രണയം എന്താണെന്ന്. ആ ചോദ്യത്തിന് വൈൽഡ് നൽകിയ മറുപടി ചരിത്രത്തിന്റെ ഭാഗമാണ്. അദ്ദേഹം ഭയന്ന് പിന്മാറിയില്ല. ഇല്ല, പകരം അദ്ദേഹം ആ പ്രണയത്തെക്കുറിച്ച് അതിമനോഹരമായി വാദിച്ചു. അദ്ദേഹം പറഞ്ഞു, അതൊരു മുതിർന്ന പുരുഷന് ഒരു ചെറുപ്പക്കാരനോട് തോന്നുന്ന മഹത്തായ സ്നേഹമാണ്. ദാവീദും ജോനാഥനും തമ്മിലുണ്ടായിരുന്നതുപോലെയുള്ള സ്നേഹം, പ്ലേറ്റോ തന്റെ തത്വശാസ്ത്രത്തിന്റെ അടിസ്ഥാനമാക്കിയ സ്നേഹം. ഈ നൂറ്റാണ്ടിൽ അത് തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. അത് മനോഹരമാണ്, അത് ശ്രേഷ്ഠമാണ്. ആ വാക്കുകൾക്ക് പക്ഷേ അന്ന് കോടതിയിൽ ഒരു വിലയും കിട്ടിയില്ല. ഒരു വിലയും കിട്ടിയില്ല. പിന്നീട് പതിറ്റാണ്ടുകൾക്ക് ശേഷം LGBTQ+ അവകാശ സമരങ്ങളുടെ ചരിത്രത്തിൽ അതൊരു നാഴികക്കല്ലായി മാറിയെങ്കിലും ഓർക്കുമ്പോൾ തന്നെ ഒരു വിഷമം തോന്നുന്നു. വാക്കുകൾ കൊണ്ട് ഒരു സാമ്രാജ്യം പണിത മനുഷ്യൻ അതേ വാക്കുകൾക്കിടയിൽ കുടുങ്ങിപ്പോയൊരു നിമിഷം. ആ കേസ് അദ്ദേഹം തോറ്റു. അതോടെ കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞു. മാനനഷ്ട കേസ് തള്ളിപ്പോയെന്ന് മാത്രമല്ല, ആ കേസിൽ വൈൽഡിനെതിരെ ശേഖരിച്ച തെളിവുകൾ ഉപയോഗിച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. ഗ്രോസ് ഇൻഡീസൻസി എന്ന കുറ്റത്തിന്. പുരുഷന്മാർ തമ്മിലുള്ള ഏതു തരത്തിലുള്ള ശാരീരിക അടുപ്പത്തെയും ക്രിമിനൽ കുറ്റമാക്കുന്ന വളരെ അവ്യക്തമായി നിർവചിക്കപ്പെട്ട ഒരു നിയമമായിരുന്നു അത്. വിചാരണയ്ക്കൊടുവിൽ അദ്ദേഹത്തെ 2 വർഷത്തെ കഠിനതടവിന് ശിക്ഷിച്ചു. ആ ശിക്ഷ അദ്ദേഹത്തെ പൂർണ്ണമായി തകർത്തു. ആരോഗ്യം, സാമ്പത്തികം, പ്രശസ്തി എല്ലാം നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന്റെ തമാശകൾ കേട്ട് കൈയടിച്ച അതേ സമൂഹം അദ്ദേഹത്തെ കല്ലെറിഞ്ഞു. പുസ്തകങ്ങൾ കടകളിൽ നിന്ന് പിൻവലിച്ചു. നാടകങ്ങൾ പ്രദർശിപ്പിക്കുന്നത് നിർത്തി. ഭാര്യ കോൺസ്റ്റൻസ് മക്കളുമായി പേരുമാറ്റി സ്വിറ്റ്സർലൻഡിലേക്ക് പോയി. ശരിക്കും അദ്ദേഹം പൂർണ്ണമായും ഒറ്റപ്പെട്ടു. ആ ജയിൽ ജീവിതത്തിന്റെ ഭീകരതയാണ് അദ്ദേഹം പിന്നീട് ദ ബാലഡ് ഓഫ് റീഡിംഗ് ഗെയിൽ എന്ന കവിതയിൽ വിവരിക്കുന്നത്, അല്ലേ? അതെ. എന്നിട്ടും ഓരോ മനുഷ്യനും താൻ സ്നേഹിക്കുന്നതിനെ കൊല്ലുന്നു എന്നതിലെ വരികൾ വളരെ പ്രശസ്തമാണ്. ജയിൽ മോചിതനായ ശേഷം അദ്ദേഹം ഫ്രാൻസിലേക്ക് പോയി. ശിഷ്ടകാലം പാരീസിൽ ഒരു അപരനാമത്തിൽ അഭയാർത്ഥിയായി ജീവിച്ചു. പഴയ സുഹൃത്തുക്കളിൽ പലരും അദ്ദേഹത്തെ ഉപേക്ഷിച്ചു. 1900 തന്റെ 46-ാം വയസ്സിൽ മെനിഞ്ചൈറ്റിസ് ബാധിച്ച് പൂർണ്ണമായ ദാരിദ്ര്യത്തിൽ അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിന്റെ അന്ത്യം വളരെ ദുരന്തപൂർണമായിരുന്നു. പക്ഷേ അവിടെയല്ല കഥ അവസാനിക്കുന്നത്. അല്ല, തീർച്ചയായും അല്ല. അദ്ദേഹത്തിന്റെ പൈതൃകം മരണശേഷമാണ് ശരിക്കും വളർന്നത്. ഇന്ന് ഓസ്കർ വൈൽഡ് കേവലം ഒരു എഴുത്തുകാരൻ മാത്രമല്ല, കലാപരമായ സ്വാതന്ത്ര്യത്തിനും വ്യക്തിസ്വാതന്ത്ര്യത്തിനും പിന്നീട് LGBTQ+ അവകാശങ്ങൾക്കും വേണ്ടിയുള്ള ഒരു രക്തസാക്ഷിയും പ്രതീകവുമായി അദ്ദേഹം മാറി. ശരിയാണ്. സ്വന്തം ജീവിതം ഒരു കലാരൂപമായി ജീവിക്കാൻ നിർബന്ധം പിടിച്ചതിലൂടെ തന്റെ കാലഘട്ടത്തിലെ കാപട്യങ്ങളെ അദ്ദേഹം തുറന്നുകാട്ടി. അദ്ദേഹം തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഓരോ പുണ്യാളനും ഒരു ഭൂതകാലമുണ്ട്, ഓരോ പാപിക്കും ഒരു ഭാവിയുമുണ്ടെന്ന്. വൈൽഡിന്റെ പതനത്തിനു ശേഷമുണ്ടായ ഭാവി, അദ്ദേഹത്തിന്റെ പൈതൃകം, അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ ലഭിച്ച പ്രശസ്തിയേക്കാൾ എത്രയോ വലുതായി മാറി. അപ്പോൾ ഓസ്കർ വൈൽഡിനെക്കുറിച്ചുള്ള ഈ വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? കേവലം തമാശകൾ പറയുന്ന ഒരാളായിരുന്നില്ല, മറിച്ച് സമൂഹത്തിന്റെ നിയമങ്ങളെ ഭയക്കാതെ സ്വന്തം സത്യങ്ങളിൽ ജീവിക്കാൻ ശ്രമിച്ച ഒരാളായിരുന്നു അദ്ദേഹം. ജീവിതത്തിന് അദ്ദേഹം നൽകേണ്ടി വന്ന വില വളരെ വലുതായിരുന്നു.
അദ്ദേഹത്തിന്റെ പതനം എത്ര വലുതായിരുന്നോ അത്രയും തന്നെ വലുതാണ് അദ്ദേഹത്തിന്റെ പൈതൃകവും. തീർച്ചയായും. ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കാനായി ഒരു ചോദ്യം ബാക്കി വയ്ക്കുന്നു. ഒരു കലാകാരന്റെ വ്യക്തിജീവിതത്തിലെ വിവാദങ്ങളെയും അവരുടെ കലയെയും നാം എങ്ങനെയാണ് വേർതിരിച്ചു കാണേണ്ടത്? അല്ലെങ്കിൽ വൈൽഡിന്റെ കാര്യത്തിലെന്ന പോലെ ഒരുപക്ഷെ ആ വിവാദപരമായ ജീവിതം തന്നെയായിരുന്നോ അവരുടെ ഏറ്റവും മഹത്തായ കലാരൂപം?